ക്രിസ്തുവിന്റെ സ്വന്തമായി തീരണമെന്ന മോഹവുമായി കേരളത്തിലെത്തി. ഇന്ന് വിശ്വാസി സമൂഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരമുയർത്തുന്ന വൈദികനായി തീർന്ന 2 യുവാക്കൾ. ഇതാദ്യമായാണ് MCBS സന്യാസ സഭയിൽ മേഘാലയയിൽ നിന്നുള്ള യുവാക്കൾ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വന്തമായി തീരണമെന്ന മോഹവുമായി കേരളത്തിലെത്തി ഇന്ന് വിശ്വാസി സമൂഹത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കരമുയർത്തുന്ന വൈദികരായി തീർന്ന 2 യുവാക്കൾ. ആദ്യമായാണ് MCBS സന്യാസ സഭയിൽ ഇന്ത്യയുടെ വടക്കുകിഴക്ക് സംസ്ഥാനമായ മേഘാലയയിൽ നിന്നും യുവാക്കൾ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മിഷൻ മേഖലയിൽ നിന്നും ലഭിച്ച ദൈവവിളികളെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു പുത്തൻ വാതിലായാണ് കാണുന്നതെന്ന് സിയോൺ പ്രൊവിൻസ് സുപ്പീരിയർ ഫാദർ ഡോക്ടർ മാത്യു തെക്കുമുറിയിൽ പറഞ്ഞു. ആദ്യമായി ദിവ്യകാരുണ്യ മിഷണറി സഭയ്ക്ക് നോർത്ത് ഈസ്റ്റ് മിഷനിൽ നിന്നും 2 നവവൈദികരെ ലഭിക്കാൻ പോവുകയാണ്. ഡീക്കൻ ആന്റണി ടെറൻ ആൻഡ് ഡീക്കൻ അഗസി ടെറിയാങ്. ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ 2 പതിറ്റാണ്ടിനടുത്ത നോർത്ത് ഈസ്റ്റ് മിഷനിലെ സേവനങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് മിഷൻ നൽകുന്ന ഒരു സമ്മാനമായിട്ട് ഈ നവവൈദികരെ സ്വീകരിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യ മിഷണറി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുപ്പട്ടം സ്വീകരിച്ച 2 വൈദികരുടെയും പരിശീലനത്തിന്റെ ഭൂരിഭാഗവും കേരളത്തിലായിരുന്നു. ഫാദർ അഗാസി ഡക്കാർ ഗാസി ഗോത്രക്കാരനും ഫാദർ ആന്റണി ടെറോൺ ഗാർബി ഗോത്രക്കാരനുമാണ്. ഡിഫു രൂപത ബിഷപ്പ് പോൾ മറ്റേക്കാട്ടിന്റെ കൈവപ്പ് വഴി അഗാസി ഡക്കാരും ടൂര രൂപത സഹായമെത്രാൻ ബിഷപ്പ് CJ ജോസ് ചിറക്കലിന്റെ കൈവപ്പ് വഴി ആന്റണി ടെറോണും വൈദികപട്ടം സ്വീകരിച്ചു. 2015 MCBS സഭ ആദ്യമായി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലായി 20 വൈദികർ ഈ മിഷൻ പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ദൈവം നൽകിയ സമ്മാനമായാണ് ഈ 2 ദൈവവിളികളെയും സന്യസ്ത സമൂഹം കാണുന്നത്. ചർച്ച് ഡെസ്ക്, ഷിക്കൈന ന്യൂസ്.